മനോജ് നമ്പ്യാർസ് ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു പുണ്യക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ്. തലശ്ശേരിയിൽ നിന്നും വടകര വഴി കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു പുണ്യക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. സഞ്ചാരികളുടെ ഒരു ഇഷ്ടതീരമാണ് ഒരു പുണ്യക്കാവ്. കരിമ്പാറക്കൂട്ടങ്ങളും തിരമാലകളുടെ പൊട്ടിച്ചിരിയും ആഹ്ലാദകരമാക്കുന്ന സുന്ദരമായ കടലോരം. ആർത്തിരമ്പുന്ന കടലിന്റെ ഓരം ചേർന്ന് കിടക്കുന്ന കുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പുണ്യക്കാവ് ക്ഷേത്രം. ഒരു പുണ്യക്കാവ് ദുർഗാദേവി ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഈ കടൽ തീരം മരണാനന്തര ചടങ്ങുകൾക്ക് കീർത്തികേട്ട സ്ഥലമാണ്. അസ്ഥി ഒഴുക്കുവാനും വാവ് ബലിതർപ്പണങ്ങൾക്കുമായി നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത്. മുടാടി ഒരു പുണ്യക്കാവ് കടൽ തീരം ജില്ലയിലെ പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമാകുകയാണ്. കടൽ തീരത്ത് അസ്ഥി ഒഴുക്കി ബലികർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിൽ കുളിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ക്ഷേത്രവളപ്പിലെ തീർത്ഥകുളങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ്. ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആശ്രമവും ഇവിടെയാണ്. ടൂറിസം സാധ്യത ഏറെയുള്ള സ്ഥലമാണ് ഒരു പുണ്യക്കാവ് കുന്നും കടൽ തീരവും. തൊട്ടടുത്താണ് ലാസ്യമായ പ്രകൃതി ഭംഗിയുള്ള പാലക്കുളം ബീച്ച്. പ്രകൃതി ഭംഗി കൊണ്ട് വിസ്മയമൊരുക്കുന്ന മുടാടി പാലക്കുളം ബീച്ചും വിനോദസഞ്ചാരികൾക്ക് നൽകുന്നത് കാലങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. ദേശീയപാതയിൽ മൂടാടി ടൗണിനടുത്തു നിന്ന് കഷ്ടിച്ച് 3/4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു പുണ്യക്കാവ് തീരത്തെത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.